ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 30 മിനിറ്റ് വെച്ച് കട്ട് ചെയ്യാനായിട്ട് ചില സമയം മറന്നു പോകും. അല്ല, ഒരു ഹെൽപ്പിന് ആരും ഇല്ലാൻ്റെ അവസ്ഥയാണ്. ഏകനായിട്ട് തന്നെ മുന്തിരിച്ചൊക്കെ ചവിട്ടുന്നെന്ന് പറഞ്ഞ പോലുള്ളൊരവസ്ഥയാണ് എൻ്റെ ഇപ്പോൾ. അങ്ങനെയുള്ള അവസ്ഥയിലായപ്പോൾ കൂടെ നിന്നവരൊക്കെ ദേമാസിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കളം മാറി ചവിട്ടി. എന്തു ചെയ്യാനാ? ഞാൻ മരിക്കുന്നവരെ ഏകനായി നിന്ന് ഉപദേശത്തിൽ നിന്ന് മരിക്കാനാ എൻ്റെ തീരുമാനം. ആരൊക്കെ വിട്ടുപോയാലും ഏതൊക്കെ എങ്ങനെയൊക്കെ പോന്നാലും ഈ പഥ്യവചനം, ഈ പഥ്യോപദേശത്തിൽ നിന്ന് കണ്ണടയാനാണ് കർത്താവേ കൃപ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒത്തിരി അനുഭവിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നിങ്ങളത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. ഇതിനിടയിലൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഈ സത്യവചനം പഥ്യോപദേശം പറയാൻ തുടങ്ങിയാൽ നമ്മൾ ഒറ്റപ്പെടും, ഉറപ്പ്. ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടേണ്ട അവസ്ഥ വരും. കൂട്ടുകാരും ഉണ്ടായെന്ന് വരില്ല, സഹശുശ്രൂഷകന്മാരുണ്ടായെന്ന് വരില്ല, വീട്ടുകാരും നാട്ടുകാരും ഒന്നും ഉണ്ടായെന്ന് വരില്ല. ഞാൻ സത്യമായിട്ട് പറയുക. യേശുക്രിസ്തു ത്യജിക്കപ്പെട്ടവനായി ജീവിച്ചു. കുടുംബക്കാരും വീട്ടുകാരും സഹോദരങ്ങളും എല്ലാവരും ത്യജിച്ചു. കൂടെ കൊണ്ടുവരുന്ന ശിഷ്യന്മാരും അവസാനം പിടിക്കപ്പെട്ടപ്പോൾ എല്ലാവരും വസ്ത്രം ഇട്ടു പോയെന്നാണ് പറയണേ. ഏകനായി കർത്താവ് കഷ്ടം അനുഭവിച്ചു. അതുപോലെ ശരിയായ പഥ്യവചനം, ശരിയായ പഥ്യോപദേശം നമ്മൾ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഒറ്റപ്പെടും, യാതൊരു സംശയവുമില്ല. ഇത് കുറിക്കൊള്ളുക ഞാൻ ഈ പറയുന്ന കാര്യം. ഗലാത്യർ 4:16 കൂടി ആഡ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ സത്യം പറയുകൊണ്ട് നിങ്ങളുടെ ശത്രുവായിപ്പോയി. സത്യം തുറന്നു പറഞ്ഞ ശത്രു മനോഭാവം ഉണ്ടാവും. അനേകർക്ക് എന്നോട് ശത്രു മനോഭാവമുണ്ട്. എന്താ കാര്യം? സത്യം തുറന്നു പറയുന്നുണ്ട്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ എന്താ, കർണരസമാകുമാറ് അവരെ സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഒരു കുഴപ്പമില്ല. ഇഷ്ടംപോലെ സ്വോത്രാഴ്ചയും കിട്ടും, ദശാംശവും കിട്ടും, എല്ലാം കിട്ടും. പക്ഷെ എനിക്കിപ്പോൾ മനസ്സില്ല അങ്ങനെ ചെയ്യാൻ. കാരണം അങ്ങനെ ചെയ്താൽ ഞാൻ നരകത്തിൽ പോയി വീഴുമെന്ന് എൻ്റെ പേടി. ഈ വചനം കേൾക്കുന്നവർ നരകത്തിൽ പോയി വീഴും. അതുകൊണ്ട് ലഘുചികിത്സ നമുക്ക് വേണ്ട, അസത്യങ്ങൾ നമുക്ക് വേണ്ട, വചനവിരുദ്ധമായ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. ഊതി വീഴ്ത്തൽ, ഉന്തി വീഴ്ത്തൽ, കൊരപ്പിക്കൽ, ചിരിപ്പിക്കൽ, ഛർദ്ദിപ്പിക്കൽ, വചനവ്യവസ്ഥ വിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് വേണ്ട. അപ്പോസ്തലന്മാർ എന്തൊക്കെ ചെയ്തോ, എങ്ങനെ പ്രസംഗിച്ചോ, എങ്ങനെ ഉപദേശിച്ചോ, അത് മാത്രം മതി. ഹല്ലേലൂയ. ലഘുചികിത്സ എന്നുള്ളത് എന്ന് പറയാനായിട്ട് എനിക്ക് നല്ല പ്രേരണയുണ്ടായി. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ദൈവമക്കൾ ശ്രദ്ധിച്ചോണം. നിങ്ങളെ വചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ, നിങ്ങളുടെ വിചാരയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കണം. എങ്ങനെ മേയിക്കണം? ദൈവവചനം പ്രസംഗിച്ച് മേയിക്കണം. എങ്ങനെയുള്ള ദൈവവചനം? പഥ്യവചനം, പഥ്യോപദേശം പ്രസംഗിച്ച് മേയിക്കണം. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാമണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടുമല്ല. കോട കൊടുത്ത് വോട്ട് നേടി കർത്തൃത്വം നടത്തരുത്. അതൊക്കെ നരകത്തിൻ്റെ സംവിധാനങ്ങളാണ്. എനിക്കറിയാം, പ്രസിഡന്റ് സെക്രട്ടറി പദങ്ങൾക്ക് വേണ്ടി കോട കൊടുക്കുന്ന പാസ്റ്റർമാർ, സെൻട്രൽ പാസ്റ്ററാകാൻ കോട കൊടുക്കുന്നവരെ, സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാണെന്ന് പാടുകയും അപ്പം തന്നെ അതിനുവേണ്ടി കാടിപിടി കൂടുകയും ചെയ്യുന്നവരുണ്ട്. ആത്മീയഗോളം മുഴുവൻ നശിച്ചു കിടക്കുക. ഞാൻ താമസിക്കുന്ന റിനൈ മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. ആ ഹോസ്പിറ്റലിൽ ഈ ട്രാജൻസിൻ്റെ ഒരു പെണ്ണ് മരിച്ചു പോയി. ചികിത്സാ പിഴവ് കൊണ്ടാണ് മരിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരും കൂടി, ഇത്തിരി ഉണ്ടല്ലോ, കേരളത്തിൽ നിന്ന് എല്ലായിടത്തുനിന്നും വന്നവർ, ഒരു ഡേറ്റൊക്കെ തീരുമാനിച്ച് എല്ലാം കൂടി വന്ന് ഈ ഹോസ്പിറ്റലിനെതിരെ കരാവ് ചെയ്തു. അവർ അക്രമാസക്തമാവുമെന്ന് കണ്ടപ്പോൾ ഒരു വണ്ടി പോലീസിനെ ഹോസ്പിറ്റലുകാരെ നിയോഗിച്ചു. ഞങ്ങൾ കണ്ട കാര്യമായി പറയുന്നത്, ചുമ്മാ വല്ലവരും കേട്ട് പറഞ്ഞതല്ല. ഞങ്ങൾ തൊട്ടടുത്ത് കിടക്കില്ല. ഞങ്ങളൊക്കെ അവിടെ പോയി അന്തരീക്ഷമൊക്കെ കണ്ടു. ഭീകരമായ അന്തരീക്ഷമായിരുന്നു. ഇവരൊക്കെ അങ്ങ് വയലൻ്റായി. ചികിത്സാ പിഴവ് കൊണ്ടാണ് മരിച്ചെന്നൊക്കെ പറയും. നമുക്ക് എൻ്റെ യഥാസ്ഥിതിയെ എനിക്കറിയത്തില്ല. നടന്ന കാര്യം ഞാൻ പറയുക, ഞാനവരെ കുറ്റപ്പെടുത്താനില്ല. പക്ഷേ ഒരു വണ്ടി പോലീസിനെ ഇറക്കി അവരതിനെ പ്രതിരോധിച്ചു. അതുകൊണ്ട് വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും നടന്നില്ല.
അതുപോലെ പെന്തക്കോസ്തുകാർ പോലീസിനെ ഇറക്കി ഇലക്ഷൻ നടത്തുകയല്ലേ, നമ്മൾ കണ്ടതല്ലേ. ഭക്തന്മാരെന്ന് പറയുന്ന നല്ല കറുതീർന്ന ഭക്തന്മാരുടെ തലമുറ 1, 2, 3 കഴിഞ്ഞപ്പോൾ ഉപദേശമൊക്കെ പോയി, ജീവിതമൊക്കെ പോയി, പണത്തിൻ്റെ തിമിർപ്പിലായി, കോടീശ്വരന്മാരായി. സ്വത്രം. അവരും ഇലക്ഷൻ നടത്താൻ നേരത്ത് പോലീസ് വണ്ടി വരിക, ഹോസ്പിറ്റലിൽ പോലീസിന് ഇറക്കിയത് പോലെ അവരും പോലീസിന് ഇറക്കുക. എന്താ കാര്യം? നിങ്ങളിൽ കാര്യം തീർപ്പാൻ ഒരു ജ്ഞാനി നിങ്ങളുടെ ഇല്ലയോ? 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 1, 2, 3 വാക്യം ഒന്ന് വായിച്ചേ. ഈ പ്രിയപ്പെട്ടവരുടെ പുസ്തകത്തിൽ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം ഇല്ലയോ? അല്ല, എൻ്റെ ചോദ്യമാണ്. നിങ്ങളിലൊരുത്തന് മറ്റൊരുത്തനോടൊരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല, അഭക്തന്മാരുടെ മുമ്പാകെ വ്യവഹാരത്തിന് പോകുന്നു. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയാഗ്യരോ? നമ്മൾ ദൂതന്മാരെ വിധിക്കുമെന്ന്. എൻ്റെ ദൈവമേ, ദൂതന്മാരെ വിധിക്കേണ്ട ദൈവസഭ ാണ് ഈ അനുസരണം കെട്ട പ്രവൃത്തി ചെയ്യുന്നത്. ഹല്ലേലൂയ. ലോകത്തെ വിധിക്കാൻ വേണ്ടി ദൈവം നിയമിച്ചു വെച്ചവർ, ദൂതന്മാരെ വിധിക്കാൻ വേണ്ടി ദൈവമാക്കി വെച്ച ദൈവസഭയിലെ പാസ്റ്റർമാര് ഒരു ഇലക്ഷൻ നടത്തുമ്പോൾ, ഇലക്ഷൻ നടത്തുന്നത് തന്നെ ഗുരുതരമായ വീഴ്ചയാണ്. യോഗ്യമായി മാന്യമായ നിലയിൽ ചെയ്തോ എന്ന് വെച്ചാൽ അതും എനിക്കതിനോട് അനുകൂലിക്കാനൊന്നും കഴിയത്തില്ല. കാരണം ഇലക്ഷൻ നടത്തിയില്ലെങ്കിൽ തമ്മിത്തല്ലി ചാകും വിത്തുകൾ. അതാണ് കാരണം. അതുപോലെ അധികാരത്തിന് വേണ്ടി കടിപിടി കൂട്ടുന്ന ഒരു സമൂഹമായി നമ്മുടെ പെന്തക്കോസ്ത് ജീർണിച്ചു പോയി, അതപ്പതിച്ചു പോയി. തമ്മിത്തല്ലി ചാകാതിരിക്കുന്നതിനേക്കാൾ ഇലക്ഷൻ നടത്തുന്നത് നല്ലതെന്ന് നമ്മൾ ചിന്തിക്കും. ആ ഇലക്ഷൻ നടത്തുമ്പോഴും എന്താ ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ പോലീസ് വണ്ടി വന്ന പോലെ ഇവിടെയും പോലീസ് ഒന്ന് ഇറങ്ങിയിരിക്കുക. ഞാൻ കണ്ടൊരു പ്രസ്ഥാനത്തിൻ്റെ ഇലക്ഷൻ നടക്കുമ്പോൾ സ്റ്റാർ വെച്ച പോലീസുമാരും SI-മാരും പോലീസുമാരും ആ പാസ്റ്റർമാരുടെ ഇടയിൽ കൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോഴാണ് അവരുടെ ഭക്തി ഞാൻ മനസ്സിലാക്കിയത്. തനി ലോക മനുഷ്യനും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു എന്ന് വേദപുസ്തകം. ഹല്ലേലൂയ. ഞാനിതിപ്പോൾ പറയുമ്പോൾ പലരുടെയും നെറ്റി ചുളിയും. പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ? ഒരുത്തനെങ്കിലും പറഞ്ഞങ്ങ് ചാകട്ടെ. യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ, ആരെങ്കിലും കേൾക്കട്ടെ. കേട്ട് ഈ കൂട്ടരുടെ ഇടയിൽ നിന്ന് മാനസാന്തരപ്പെട്ട് നിത്യതയിലേക്ക് പോകാൻ ഒരുങ്ങട്ടെ. അത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആരെയും കരിവേരിത്തേക്കാനല്ല. വചനവിരുദ്ധമായ കാര്യങ്ങളെ തുറന്നു പറയാൻ ഒരു ദൈവദാസന് കഴിയണം. അല്ലെങ്കിൽ പിന്നെ വേറെ വല്ല പണിക്ക് പോകുന്നതാണ് നല്ലത്. എത്രയോ ജോലികളുണ്ട് ഈ ലോകത്ത്. ഒരു ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ യാഥാർത്ഥ്യങ്ങളെ പൊളിച്ചു പറയണ്ടേ, സത്യം പറയണ്ടേ. സത്യം പറയുകൊണ്ട് ശത്രുവായി പോയോ എന്ന് എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് സത്യം പറയണ്ടേ. ശത്രു ആവുന്ന ഒരു ശത്രു ആകട്ടെ. ഹല്ലേലൂയ. യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ എന്ന് സ്തോത്രം മോശ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഗുണം പിടിക്കാത്ത അഹരോന്റെ നേതൃത്വത്തിൽ കുറച്ച് നാൾ മുമ്പോട്ട് പോയ ഇസ്രായേൽ മക്കൾ ദൈവപുരുഷൻ്റെ വാക്ക് കേട്ട് എന്ത് ചെയ്തു? ഈ ഗുണം പിടിക്കാത്തവൻ്റെ വാക്ക് കേട്ട് പൊന്നും വെള്ളിയൊക്കെ വലിച്ചു വാരിയിട്ട് ആളെക്കുട്ടിയെ വാർത്തുണ്ടാക്കി എന്നാണ് പുസ്തകം. പക്ഷേ അത് ദൈവപുരുഷൻ്റെ വാക്ക് കേട്ട് എന്ത് ചെയ്തു? അവർ ചാടി മാറി, യഹോവയുടെ പക്ഷത്തേക്ക് ചാടി. അവർക്ക് രക്ഷ കിട്ടി, മറ്റുള്ളവനൊക്കെ വെട്ടും കിട്ടി. സത്യവേദ പുസ്തകം തരുന്ന പഠനമല്ലേ. ഞാനിത് പറയണ്ടേ? മറ്റുള്ളവർ പറയുന്നില്ലെന്ന് പറഞ്ഞ പോലെ ഫിനെഹാസും ഒപ്നിയും നശിച്ചു പോയെങ്കിൽ ഞാനത് പറയണ്ടേ? അഹരോൻ്റെ 2 പുത്രന്മാർ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത യാഗം നടത്തി തീ അവരെ വിഴുങ്ങിയെങ്കിൽ ഞാനത് പറയണ്ടേ? പാസ്റ്റർമാർ തന്നെ പൊതിഞ്ഞ് ലഘുചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. എനിക്കത് തുറന്ന് പറയണ്ടേ? കാരണം നല്ല മനസ്സാക്ഷിയുള്ള എല്ലാവരും എല്ലായിടത്തും ഉണ്ട്. അവരിത് കേട്ട് ചാടി രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ, ഇല്ലെങ്കിൽ അവർ നശിച്ചു പോകും. വഷളന്മാരുടെ കൂടെ നടന്നാൽ നമ്മൾ നശിച്ചു പോകും. ഇവിടെ പ്രസംഗമല്ല വിഷയം. ഇവിടെ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിർമ്മലമായ ജീവിതമാണ് കർത്താവ് നോക്കുന്നത്. ദൈവവചനം അഭ്യസിച്ച് ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി തീരുമ്പോഴാണ് തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്നത്.
അല്ലാത്തവർക്കൊന്നും അനുരൂപരാകാൻ പറ്റത്തില്ല. ഇവിടെ കിടന്ന് കഞ്ഞി കുടിച്ച് കാറും പേടിച്ച് വീടും പേടിച്ച് സ്വത്രം ഇവിടെ കിടന്ന് കളിക്കാം. അവസാനം കൈവിടപ്പെട്ടു പോയ കൂട്ടത്തിലായിപ്പോകും. പ്രിയമുള്ള പെന്തക്കോസുകാരെ, എല്ലാവരും കേൾക്കട്ടെ. ഇത് ഞാൻ മാന്യം മര്യാദയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്നെ കർത്താവ് എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിച്ച് വേർതിരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്തു പറയാനാണ്, എന്തിനാണ് എന്നെ വേർതിരിക്കുന്നത്? കോടിക്കണക്കിന് പാർട്ടന്മാരിവിടെ കിടക്കുന്നിടത്ത് ഞാൻ എന്ത് പറയാനാണ്? സത്യം വിളിച്ചു പറയാൻ ഞാൻ നിന്നെ വിളിച്ചിരിക്കുക. സത്യം പറയാൻ. സത്യം എന്താ? ദൈവത്തിൻ്റെ വചനം സത്യമാണ്. അതങ്ങ് വിളിച്ചു പറയുക. കോടതി കയറുന്ന, വഴക്കുണ്ടാക്കുന്ന, കേസിന് പോയിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ആ കേസിൽ നിന്ന് അടഞ്ഞ് മാറി മര്യാദയ്ക്ക് തിരിഞ്ഞു പൊക്കോണം. കോടതി വിധി വരുന്നവരെ കാത്തിരിക്കണ്ട. നമുക്കെതിരെ ആരെങ്കിലും ഒരാൾ കേസ് കൊടുത്താൽ നമുക്ക് കേസിന് പോകാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളായിട്ട് കേസ് കൊടുക്കരുതെന്നാണ് ഞാനീ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ഇപ്പോൾ പാസ്റ്റേ അങ്ങനെ പോയാൽ കുഴപ്പം? പറഞ്ഞു തരാം. എൻ്റെ 9-10 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 6:9-10. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ? അന്യായം ചെയ്യുകയാണ്. കോടതി കയറുന്നത് അന്യായമാണ്. സഹോദരനെതിരെ കേസ് കൊടുക്കുന്നത് അന്യായമാണ്. വക്കീലിന് സ്വത്രാഴ്ച കൊണ്ട് കൊടുക്കുന്നത് അന്യായമാണ്. പിടിച്ച വിശ്വാസികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് എണ്ണിപ്പറക്കിയെടുത്ത് വക്കീലിന് കൊണ്ട് കൊടുക്കുന്നത് അന്യായമാണ്. നിർത്തിക്കോണം ഇന്ന്. ഇത് ദൈവ കൽപ്പനയാണ്. പാസ്റ്റർ പറയാൻ ആരാ അധികാരം തന്നെ? കർത്താവ് തന്ന അധികാരം തന്നുകൊണ്ട് പറയുക. അല്ല, ഞാനെന്തിനാ ഇത് പറയുന്നത്? എനിക്കെന്താ ആവശ്യം ഇതൊക്കെ പറയാൻ? പൗലൂസിനെ പോലെ ദൈവസഭയുടെ ശുശ്രൂഷകനാക്കി ദൈവം എന്നെ വിളിച്ചിരിക്കുക. പൗലൂസിൻ്റെ 7 അയലക്കത്ത് നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല. പക്ഷേ കർത്താവ് ഈ തലമുറയിൽ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന വചന വെളിപ്പാടുകൾ അത് തനിമയോടുകൂടി എടുത്തു തരുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് സ്തോത്രം. ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുന്നവരെ, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല. ചക്രത്തിന് വേണ്ടി റേറ്റ് പറഞ്ഞ് പ്രസംഗിക്കരുത് ആരും. ഇന്നുകൊണ്ട് നിർത്തിക്കണോ ഇത്? ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ഉന്മേഷത്തോടെയും ഇടവുകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുകയും. അങ്ങനെ ചെയ്യുമ്പോൾ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താ? എന്നാൽ ഇടയശ്രേഷ്ഠൻ, അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. തേജസ്സിൻ്റെ കിരീടം. എനിക്ക് ആ കിരീടത്തിന് വേണ്ടി നോക്കിയിരിക്കുക. തേജസ്സിൻ്റെ ശരീരത്തിന് വേണ്ടി ഞാൻ നോക്കിയിരിക്കുക. രോഗങ്ങളുള്ള, കഷ്ടങ്ങളുള്ള, ഭാരമുള്ള, നിരാശയുള്ള ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തേജസ്സിൻ്റെ ശരീരത്തിന് വേണ്ടിയായി എൻ്റെ ഓട്ടം, എൻ്റെ ആഗ്രഹം അതിനു വേണ്ടിയാണ്. ഞാൻ അബ്രാഹാമിനെ പറഞ്ഞ പോലെ സ്വന്തമല്ലാത്ത ദേശത്ത്, അന്യദേശത്തെന്ന പോലെ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരിക്കുക. എപ്പോഴാണ് കർത്താവേ അങ്ങ് വരുന്നത്? അല്ലെങ്കിൽ എപ്പോഴാണ് ഞാൻ മരിച്ച് വിശുദ്ധന്മാരോടൊപ്പം ചേർക്കപ്പെടുന്നത്? അത് നോക്കിയിരിക്കുക. അല്ല, എപ്പോഴായാലും സന്തോഷം. കർത്താവ് വരുന്നതിന് മുമ്പ് സംഭവിച്ചാലും കർത്താവ് വന്നതിന് ശേഷം രൂപാന്തരം പ്രാപിക്കുന്നവരോ ഉയർക്കുന്നവരുടെ കൂട്ടത്തിലായാൽ സന്തോഷം. ഇത് രണ്ടും വേണമെന്നുള്ളത് നിർബന്ധം. അല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. സുവിശേഷ വേല ചെയ്ത് യാതനാസ്ഥലത്ത് പോയി കിടക്കാൻ എനിക്ക് മനസ്സില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അമാതൃകയുള്ള ജീവിതമെല്ലാം നിർത്തി ജീവിതത്തിൻ്റെ സംശുദ്ധമായ ജീവിതം നയിച്ച് പൗലൂസിനെ പോലെ നല്ല മനസ്സാക്ഷിയുള്ളവരായി, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവനായി, ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം, 1 തീമോഥെയോസ് 1:5 ഇവയാലുള്ള ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. ഇന്നത്തെ ആത്മീയ കോളത്തിലെ ഉപദേശങ്ങളും ജീവിതങ്ങളും കണ്ട് ഭയന്ന് വിറങ്ങലിച്ചിരിക്കുകയാണ് ഞാൻ. ഇതെന്തായിത്തീരും? ഇവരുടെ അവസാനം എന്തായിത്തീരും?
ഏത് വിധേനയും വല്ല വിധേനയും മരിച്ചുവിടെ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് പൗലോസ് ആഗ്രഹിച്ചപ്പോൾ അതല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? മരിച്ചുവിടെ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു രൂപാന്തര ശരീരം പ്രാപിക്കണം. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കുകയും ജീവനോടിരിക്കുന്നവർക്ക് രൂപാന്തരം, ഈ രണ്ടിലൊന്ന് കിട്ടാൻ വേണ്ടി ക്രിസ്തു ജീവിതം നയിച്ചോണം. എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അതാ. അല്ലാത്തവരാരും ഇത് കേൾക്കണ്ട. സ്തോത്രം. മനസ്സിലായോ? വചനത്തെ കോട്ടിക്കളഞ്ഞ് കൂട്ടിച്ചേർത്ത് മറിച്ച് കളഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ യഥാർത്ഥ സത്യവചനം, പത്യോപദേശം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി മരിച്ചപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇനി അടുത്ത വചനത്തിലേക്ക് വരിക. അവണ്ണം ഇളവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിപ്പി. വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, എഫേസ്യർ മൂർഖന്മാർക്ക് കീഴടങ്ങിയിരിപ്പി. മൂപ്പന്മാരുടെ മൂർഖന്മാരും ഉണ്ട്, മൂപ്പന്മാരും ഉണ്ട്. ഇന്നാളൊരു മൂർഖൻ പറയുന്നത് കേട്ടു, ഞാൻ ഇന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസ്പിറ്ററാണ്, അതുകൊണ്ട് പ്രസ്പിറ്ററിൻ്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞൊരു സഹോദരി, ഭർത്താവ് മരിച്ചുപോയൊരു പാസ്റ്ററിൻ്റെ ഭാര്യയെയും മക്കളെയും ശാസിക്കുന്നത് കേട്ടു. ഇയാൾ ആരാണോ പ്രസ്പിറ്ററാക്കിയത്? മനുഷ്യരാക്കി വെച്ചല്ലേ? സഹോദരൻ, നിങ്ങൾ ദൈവമാക്കി വെച്ചോ ശുശ്രൂഷകനായിട്ട്? ദൈവമാക്കി വെച്ചാൽ നമുക്ക് ആധികാരികമായിട്ടൊക്കെ പറയാം. സഭയുടെ പ്രസ്പിറ്ററൊക്കെ മനുഷ്യരാക്കി വെച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കി വെച്ച ചരിത്രം എഫേസ്യർ 4:11. അവൻ ചിലരെ അപ്പോസ്തലർ, എല്ലാവരും അല്ല, അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ നിയമനം അവിടെ കിടപ്പുണ്ട്. എല്ലാവരും അല്ല, ചിലരെ. ഇന്ന് കാണുന്ന എല്ലാവരും അല്ല. ദൈവമാക്കി വെച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും, ക്രിസ്തുവിൻ്റെ പ്രമാണം സംസാരിക്കും. അതാണ്ട് ലക്ഷണം. ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കും. യോഹന്നാന്റെ സുവിശേഷത്തിലെ വാക്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോടെ ഈ വചനങ്ങൾ കേൾക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. 5 കിരീടങ്ങളെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. തേജസ്സിൻ്റെ വാടാത്ത കിരീടം ഏത് ഇടയന്മാർക്കാണ് കിട്ടുന്നത്? ആട്ടിൻകൂട്ടത്തെ മാതൃകയോടെ നടത്തുന്നവർ. നിർബന്ധത്താലല്ല, ദൈവത്തിൻ്റെ ഹിതമാമണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടുമല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യണം. യേശുവിൻ്റെ സ്വഭാവം ഉൾക്കൊണ്ട്, യേശുവിൻ്റെ മനസ്സുള്ളവരായി, യേശുവിൻ്റെ ഭാവമുള്ളവരായി കർത്താവിൻ്റെ വേല ചെയ്യണം. ഞാനീ ഗൗരവത്തോടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കടിച്ചു കീറലൊന്നും എനിക്കില്ല. ഗൗരവത്തോടെ ഞാൻ ദൈവവചനം പറയുന്ന ആളാണ്. ലാഘവത്തോടെ പറയുകയല്ല. ചിരിപ്പിക്കാനും കുരപ്പിക്കാനും ഛർദ്ദിപ്പിക്കാനും ഇവിടെ ആളുകൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. എന്നാൽ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നമ്മൾ കരയണം. ദൈവസന്നിധി കിടന്ന് കരയണം. ദൈവസന്നിധി കിടന്ന് നിലവിളിക്കണം. നമ്മുടെ പാപങ്ങളെ ഓർത്ത് കൈപ്പോടെ കരയണം. ഹല്ലേലൂയ. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകും. നിഗളികളായിട്ടുള്ള ഒത്തിരി പേരുണ്ട് നമ്മുടെ ആത്മീയ കൂട്ടത്തിൽ. എനിക്ക് പലരെയും നന്നായിട്ടറിയാം. നിഗളം. ഈ നിഗളം ആരുടെ വകയാണ്? സാത്താൻ്റെ വകയാണ്. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മേൽ ഞാൻ എൻ്റെ സിംഹാസനം വയ്ക്കുമെന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ലൂസിഫർ. സാത്താൻ വേറെ, ലൂസിഫർ വേറെ കേട്ടോ. രണ്ടും രണ്ടായിട്ട് പഠിക്കണം. അപ്പോൾ ഈ ലൂസിഫർ നിഗളിച്ചപ്പോൾ എന്ത് പറ്റി? ദൈവം വെട്ടി തറയിലിട്ടു. സാത്താൻ്റെ കൂട്ടത്തിൽ അവരുമായി. അപ്പം നിഗളമാർക്കും വേണ്ട. അറിഞ്ഞും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിഗളം വരാൻ പാടില്ല. താണിരുന്നോണം. അതാണ് പൗലോസിനുണ്ടായത്. അതൊന്നുകൂടി പറയാൻ ഇപ്പോഴും ഹേമമുണ്ട്. പൗലോസിനുണ്ടായ ആ താഴ്മ എന്തായിരുന്നു?
ഒന്ന് കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കേണ്ടതാണ്. നിങ്ങൾ വായിച്ചുകൊള്ളുക. വായിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അനന്തരം അവൻ 7 തൊട്ട് അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും ഒടുവിൽ അപ്പോസ്തലന്മാർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. KJV പഠിക്കുമ്പോൾ ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം, അകാലപ്രജ, ചാപിള്ള, മാസം തികഞ്ഞ് പ്രസവിക്കുന്നതിന് മുമ്പ് പ്രസവിച്ച് വീണ ഒരു ചാപിള്ള, ഒരു മാംസപിണ്ഡം പോലെ തന്നെ എത്രത്തോളം താഴ്ത്തിയ വാക്കിലൂടി, എത്രത്തോളം എളിമയായി. ഇന്നത്തെ റവറൻഡന്മാരും ഡോക്ടർമാരും ഇതൊക്കെ ഒന്ന് കേട്ടോണേ. നിങ്ങളുടെ പട്ടങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ പൗലൂസിന് തതുല്യമായ ദർശനം ഏറ്റെടുക്കാൻ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജപോലെ എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനല്ല. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ. കൃപയാൽ 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 കൃപ എന്ന് ആർത്തുകൊണ്ട് മുമ്പോട്ട് പോകണം. കൃപയെന്ന് പറഞ്ഞുകൊണ്ട് ആണിക്കല്ല് കയറ്റാൻ പഴയ നിമിത്തി പറയുന്നുണ്ട്. സ്തോത്രം. കൃപ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹതയുള്ളവനെ പോലെ ആക്കി തീർക്കുന്നതിനാണ് കൃപയെന്ന് പറയുന്നത്. ദൈവത്തിന് നമ്മോട് കാണിച്ച മനസ്സലിവ് കൃപ. ഒരു യോഗ്യതയില്ലായിരുന്ന സാംപാസ്റ്ററിനെ, ഒരു യോഗ്യതയില്ലായിരുന്ന മത്തായി പാസ്റ്ററിനെ, ഒരു യോഗ്യതയില്ലായിരുന്ന ജോസ് പാസ്റ്ററിനെ, ഒരു യോഗ്യതയില്ലായിരുന്ന ജോൺ പാസ്റ്ററിനെ കൃപയാൽ ദൈവമാക്കി വെച്ചു. ഒരു മാംസപിണ്ഡം, ചീഞ്ഞഴുകി പോകേണ്ട ഒരു മാംസപിണ്ഡം എന്നെ ദൈവ ശുശ്രൂഷയ്ക്കാക്കി വെച്ചു എന്നാ പൗലൂസ് പറയുന്നത്. അതാണ് പൗലൂസ് പറയുന്നത്, നിങ്ങൾ എന്നെ അനുകരിപ്പിൻ, ഞങ്ങളെ മാതൃകയാക്കി, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃഫലം നടക്കുന്നവരെയും കുറിക്കൊള്ളുവേൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. നമ്മൾ വായിച്ചല്ലോ, സോളമൻ എഴുതിയതുപോലെ ഉന്നത ഭാവമൊക്കെ താഴും. രാഷ്ട്രീയത്തിലും ഏത് നിലയിലാണെങ്കിലും അഹങ്കാരികളെ ദൈവം നിലംപരിചയാക്കും. ധാർഷ്ട്യവും ധൂർത്ത് നിറഞ്ഞ ഒരു ഭരണാധികാരി ഇന്ന് പേപ്പർ വില പോലും ഇല്ലാത്ത അവസ്ഥയിലായി മാറി. എന്തുകൊണ്ട്? നിഗളം, ധാർഷ്ട്യം, ധൂർത്ത്. അത് പൊളിറ്റിക്സിലാണെങ്കിലും ആത്മീയ കോളത്തിലാണെങ്കിലും ഒരുപോലെ തന്നെയാണ്. ചീട്ട് കൊട്ടാരം പോലെ തകർന്നു പോകും. അതുകൊണ്ട് അവരൊക്കെ പിന്നെ ദൈവവചനം അറിയുന്നില്ല. പിണറായി എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു നിരീശ്വരവാദിയാണ്. അത് ഒരിക്കൽ ഒരു പ്രസ്താവന ഇറക്കി ഞാൻ വായിച്ചു. എന്താ പ്രസ്താവന? ഞങ്ങൾ ഈ ലോകത്തെ സ്വർഗമാക്കാൻ പോവുക. 1000 ലീഡർമാർ വന്നാലും, കോടിക്കണക്കിന് ലീഡർമാർ എഴുന്നേറ്റ് വന്നാലും ഈ ലോകത്തെ സ്വർഗമാക്കാൻ പറ്റത്തില്ല. ഇത് പത്രോസ് പറഞ്ഞത് തീക്കായി സൂക്ഷിച്ചിരിക്കുക. അദ്ദേഹം പക്ക ഒരു നിരീശ്വരവാദിയാണ്. അദ്ദേഹത്തെ ഫോളോ ചെയ്യാനായിട്ട് നമ്മുടെ ഭക്തന്മാർ പോകുന്നെന്ന് പറയുമ്പോഴാണ് എനിക്ക് അതിശയം തോന്നുക. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദൈവദാസൻ ഈ കമ്മ്യൂണിസത്തെ എതിർത്തിരുന്നു. കാരണം അവർ നിരീശ്വരവാദികളാണ്, ദൈവം ഉണ്ടെന്ന് പറയുന്നവരല്ല. ഇപ്പോൾ ദൈവം ഉണ്ടെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ VD സതീശനോ ഒരു രക്ഷിക്കപ്പെട്ട ദാനപ്പെട്ട് വശുതാംശം പ്രാപിച്ച് കർത്താവിൻ്റെ വേണ്ടി ഒരുങ്ങാതിരിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു കുറഞ്ഞ പക്ഷം ദൈവം ഉണ്ടെന്നൊരു വിശ്വസിക്കുന്നവരാണ്. മറ്റത് ദൈവം ഇല്ലെന്ന് പ്രസംഗിക്കുകയും അവരുടെ തന്നിഷ്ടവും ധാർഷ്ട്യവും കാണിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങൾ അങ്ങനെയുള്ളവരെ നമ്മൾ അനുകൂലിക്കരുത്. നിരീശ്വരത്വം ദൈവവചനത്തിന് വിരുദ്ധമാണ്. ഡാർവിൻ്റെ സിദ്ധാന്തം, ലെനിൻ്റെ സിദ്ധാന്തം, ഇതൊക്കെ ദൈവവചനത്തിന് ഘടകവിരുദ്ധമാണ്. ഒരു പാർട്ടിയിലെ അംഗങ്ങൾ നമ്മളാകണ്ട. രാഷ്ട്രീയം നമുക്ക് വേണ്ട.
മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്തു കൊള്ളുക. ഞാനൊരു കോൺഗ്രസ്സുകാരനുമല്ല, BJP അല്ല, CPM അല്ല, CPI അല്ല, ആരുമല്ല. ആര് നല്ലവരായിട്ട് പ്രവർത്തിക്കുന്നോ സംസാരിക്കുന്നോ അവരോട് ബഹുമാനം കാണിക്കും, അത്രേ ഉള്ളൂ. എല്ലാവരോട് ആ നിലയിൽ. നമ്മൾ തലയ്ക്ക് മീതെ കഴുത്തുള്ളവരാണെന്നാണ് എൻ്റെ ചിന്ത. നമ്മൾ അരിയാഹാരം കഴിക്കുന്നവരാണെന്നാണ് ചിന്ത. മനുഷ്യൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കാണാനും കേൾക്കാനുമുള്ള കണ്ണും മൂക്കും നാക്കും ഒക്കെ നമുക്കുണ്ട്. നമ്മൾ ആ നിലയിൽ പ്രവർത്തിച്ചോണം. കാരണം അച്ഛൻ പറഞ്ഞ പോലെ കോൺഗ്രസ് സാത്താനാണെങ്കിൽ BJP ചെകുത്താൻ, CPM പിശാച്. തത്വത്തിൽ ഇവരെല്ലാം ഒന്നാ. പക്ഷെ അവർ തമ്മിൽ തൊമ്മനുണ്ട്, എവിടെയും തമ്മിൽ തൊമ്മനുണ്ട്. ആ മെച്ചമായതിൽ നമ്മൾ നിൽക്കുക. അതാണ് എൻ്റെ പക്ഷം. വോട്ട് ചെയ്യുമ്പോൾ മനസാക്ഷിക്ക് അനുസരിച്ച് വോട്ട് ചെയ്യും. അതെൻ്റെ എൻ്റെ മൗലിക അവകാശമാണ്. പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് നിയോഗമുണ്ട്. പൗലോസും പത്രോസും ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. നിരീശ്വരവാദിക്ക് വേണ്ടി എന്നാ പ്രാർത്ഥിക്കാനാ? ഗുണം പിടിക്കാത്തവൻ, ദൈവഭയമില്ലാത്തതിന് വേണ്ടി എന്ന് പ്രാർത്ഥിക്കാനാ? നിരീശ്വരന്മാരെ ഈശ്വരനെ നിഷേധിക്കുന്നവരല്ലേ? നമ്മളെന്തിനാ അവരവിടെ നടക്കുന്നത്? ചേർത്തല, ചെത്തി, അവിടെയുള്ള വിശ്വാസികളെല്ലാം ഇടതുപക്ഷക്കാരാ. അവർ പറഞ്ഞ അവരാണ് ഞങ്ങളെ നടത്തുന്നത്. അപ്പം മനസ്സിലായി, പിന്നെ മനസ്സിലായി അവർ തന്നെ നടത്തുന്നു. ഇപ്പം ആരാണാവോ നടത്തുന്നത്? ആരുണ്ട്? എൻ്റെ പൊന്നു ദൈവമക്കളെ, ആര് നമ്മളെ നടത്തിയാലും നമ്മൾ ദൈവവചന വ്യവസ്ഥപ്രകാരം നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തണം. ഞാൻ രാഷ്ട്രീയം പറയാനിരിക്കുകയല്ല, ദൈവമക്കൾ ക്ഷമിക്കണം. വെറുതെ ഞാൻ വന്നു കൊണ്ട് പറഞ്ഞു പോയതാ. നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പാസ്റ്റർമാർക്ക് മുഖ്യമന്ത്രിയാകണം, MLA ആകണം, പിന്നെ ജനപ്രതിനിധികളാകണം. എന്തിനാണാവോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടി ദൈവരാജ്യം വേണ്ടല്ലോ. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പ്രജകളായി, ലോകത്തിൻ്റെ പ്രജകളല്ല. ലോകത്തിൻ്റെ പ്രജകളാണ്. ലോകത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം. ഓക്കെ, ആത്യന്തികമായി ദൈവരാജ്യത്തിൻ്റെ അംശികളാകേണ്ടവരാണ്. രൂപാന്തര ശരീരം ലഭിക്കേണ്ടവരാണ്. 1000 ആണ്ട് വാഴ്ചയിലെ കർത്താവിനോടൊപ്പം വാഴേണ്ടവരാണ്. പുതിയ ആകാശം പുതിയ ഭൂമിയിൽ കർത്താവിനോടൊപ്പം ആയിരിക്കേണ്ടവരാണ്. ദൈവം താൻ അവരോടുകൂടി വസിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ല, ഇവിടുത്തെ ഭൂമിയിലെ കാര്യങ്ങളല്ല. ഇവിടെ ആരും ഭരിക്കട്ടെ, തമ്മിൽ തൊമ്മൻ നന്നായി ഭരിച്ചാൽ അവരോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് വോട്ട് കൊടുക്കണമെങ്കിൽ കൊടുത്തോ, അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. സ്വത്രം. രാഷ്ട്രീയത്തിലും ആത്മീയത്തിലും ഭരണമുണ്ട്. ദൈവഭയമുള്ളവർ അതിനനുസരിച്ച് ഭരിക്കും, അല്ലാത്തവൻ അതിനനുസരിച്ച് ഭരിക്കും. അതല്ലേ നമ്മൾ കണ്ടത്. ഹല്ലേലൂയ. എന്നാൽ ഇടയശേഷം പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം എനിക്കും നിങ്ങൾക്കും കിട്ടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം അതാണ്. അതുകൊണ്ട് മൂപ്പന്മാർക്ക് കീഴടങ്ങില്ല, എല്ലാവരെയും തമ്മിൽ കീഴടങ്ങിയിരിക്കുക. താഴ്മ ധരിച്ചു കൊള്ളുവിൻ. ദൈവം നിങ്ങളുള്ളവർക്ക് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കാൻ. തക്ക സമയത്ത് ഉയർത്തും. അമേരിക്കയിലേക്ക് ഉയർത്തുമെന്നോ ലണ്ടനിലേക്ക് ഉയർത്തുമെന്നോ ആരും ചിന്തിക്കണ്ട. നിന്നെ ആത്മീയമായി ഉയർത്തുമെന്ന് ചിന്തിച്ചാൽ മതി. ദൈവരാജ്യം ദൈവനീതി അന്വേഷിക്കുമ്പോൾ നിനക്ക് ആവശ്യമുള്ളതൊക്കെ തരും. അതിൽ സംതൃപ്തരാകണം. നമുക്ക് കിട്ടുന്ന ഭൗതിക നന്മയിൽ നമ്മൾ സംതൃപ്തരാകണം. നമ്മുടെ എടുത്തുചാട്ടങ്ങൾ കൊണ്ടാണ് കടക്കാരും നിന്ദിതരുമായി നമ്മൾ തീരുന്നത്. നമ്മുടെ അനുസരണക്കേട് കൊണ്ടാണ് നമ്മൾ ബാധ്യതയും പ്രശ്നത്തിനും ചെന്ന് എടുത്തിയാടുന്നത്. അത് ദൈവത്തിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് മാതൃകയുള്ള ക്രിസ്ത്യ ജീവിതം നയിക്കണം. സ്നേഹോടിക്ക് ആർക്കൊന്നും കടപ്പെട്ടിരിക്കരുത്. കാര്യങ്ങൾ നന്നായിട്ട് ഓർത്തുകൊള്ളുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളും. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം. ഏലിയാവിന് വേണ്ടി വിധവയിലൂടെ കരുതിയ ദൈവം, ഏലിയാവിന് വേണ്ടി കാക്കയിലൂടെ കരുതിയ ദൈവം. ആ കാക്കയുടെ വംശങ്ങൾ ഇന്നും
നഷ്ടപ്പെട്ടു പോയിട്ടില്ല, മുടിഞ്ഞു പോയിട്ടില്ലെന്ന് ഞാൻ പ്രസംഗിക്കാറുണ്ട്. ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്താവിൻ്റെ മക്കളെ, ദേവദാസന്മാരെ, നമ്മളെ പുലർത്തുവാൻ കാക്കയുടെ വംശം ഇന്നും നഷ്ടമായി പോയിട്ടില്ല. ദൈവം നമ്മെ നടത്തും, നമുക്ക് ആവശ്യമുള്ളത് തരും. ആവശ്യത്തിലധികം കിട്ടിയാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും, അത് പ്രശ്നങ്ങളുണ്ടാക്കും, അത് കർത്താവിൻ്റെ ഒരു തള്ളപ്പെട്ടു പോകാനിടവരും. അതുകൊണ്ടാണ് ഇത്ര ശക്തിയോടെ ഞാൻ വാദിക്കുന്നത്. ധനം നമ്മളെ അനീതിയുള്ള മാമോൻ്റെതായതുകൊണ്ട് ധനം നമ്മളെ ദൈവകൃപ ചോർത്തിക്കളയുന്ന അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ധനവന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുകയും മനുഷ്യ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കിരയായിത്തീരുകയും ചെയ്യുന്നു. നീയോ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് അനവധി ദുഃഖങ്ങൾക്കിരയായിത്തീരുന്നു എന്ന പുസ്തകം. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവയെ അത് വിട്ടോടാനാണ് പൗലോസ് പറയുന്നത്. വിട്ടോടിയിട്ട് എന്ത് ചെയ്യണം പാസ്റ്ററെ? പറഞ്ഞു തരാം. വിട്ടോടുന്നിട്ട് എന്ത് ചെയ്യണം? നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാചനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണമെന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പന്തിയോസ് പീലാത്തോസിന്റെ മുൻപിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ഞാൻ എന്തിനാ ഈ വചനങ്ങളൊക്കെ പറയുന്നത്? ഒരുത്തൻ വചനം പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ, പ്രസ്താവിക്കുന്ന പോലെ സംസാരിക്കും. അതുകൊണ്ട് ഈ വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നത്. വചനമാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. ഈ കോളേജ് അപ്പം ചവറുമല്ല. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്തിന് രക്ഷിക്കപ്പെടും. നമുക്ക് ദൈവശക്തി, വചനത്തിനാ ശക്തിയുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനം ആണ് നമ്മളെ വിടിവിക്കുന്നത്. ഞങ്ങൾ പ്രസംഗിച്ച വചനം സാക്ഷാൽ ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടിരുന്ന ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഈ വചനം എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവമാകുന്ന വചനം നമ്മളിൽ വ്യാപരിക്കണം. രോഗിക്ക് സൗഖ്യമായി, പ്രശ്നങ്ങൾക്ക് വിടുതലായി നമ്മളിൽ വ്യാപരിക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിലേക്ക് വരുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. നിർമ്മതനായിരിക്കും, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്നപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു.